കുട്ടികളെ കുട്ടികളെ കേറി പോരുന്ന അറിയണ കുട്ടികളാരും ഇവിടെ ഇല്ല. നിന്റെ ഉടപ്പുറപ്പിന് ഒറ്റക്കാക്കിയിട്ട് എല്ലാരും എങ്ങോട്ടേ പോയേ? ആ അല്ലെങ്കിലും എണ്ണതോണ പോയിന്റെ ശേഷം കുട്ടീസിന് ഒറ്റയ്ക്കെന്നല്ലേ നാരായണ. അതിനിപ്പോ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയൂലല്ലോ, ഒക്കെ ഉടമ്പരാന്റെ വിധിയല്ലേ. അപ്പൊ നമ്മക്കേ പതിവ് പോലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങല്ലേ? ഇറങ്ങല്ലേന്നോ? അതല്ലേ ഉള്ളു ഇപ്പൊരു ആശ്വാസം. നാരായണ, അന്റെ പുളിയോൽ തന്നെ ജീവിതത്തിൽ ഇപ്പൊ ഒരു ഉടപ്പറപ്പായിട്ട് ഇതിനുള്ളൂ. എന്റെ ഉടപ്പുറപ്പ് എല്ലാവർക്കും ഉണ്ടാവില്ലേ തിരക്കും കാര്യങ്ങളൊക്കെ? ശ്രദ്ധിച്ച് അങ്ങനെ അങ്ങനെ തന്നെ. മരോട് ഇവിടെ ഇല്ലാത്തോണ്ട് ഒരു ചായയും കൂടി തരാം. ഇല്ലല്ലോ നാരായണ. അതൊക്കെ ഇപ്പൊ എപ്പോഴും ഇവിടുന്ന് കുടിക്കണല്ലേ? അല്ല വാപ്പാനോട് ഡോക്ടർ എന്താ പറഞ്ഞത്? അത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. നേരത്തിന് മരുന്നും ഭക്ഷണം ഈ റൂമിൽ എത്തണില്ലേ? എന്നിട്ടും മനുഷ്യനെ അടങ്ങാറാക്കാനായിട്ട് നിങ്ങള് എന്റെ നാരായണാട്ടാ, നിങ്ങളോട് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ ബാപ്പാക്ക് സംസാരിക്കാൻ പാടില്ല, സ്ട്രെസ് എടുക്കാൻ പാടില്ല എന്നൊക്കെ. ഒരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പടി ചവിട്ടോ. എന്തൊരു മനസ്സിലായി നിങ്ങള്? ഞാനും അവനും തമ്മിൽ കുട്ടിക്കാലം മുതലുള്ള ബന്ധാണെന്ന് എനിക്കറിയില്ലേ. ഞാനേ നിങ്ങൾ ആയുസിന് വേണ്ട ഈ പറയണത്. മോനെ, ഈ രാജ്യത്ത് ഏത് കമ്പനി ഇറക്കണ എത്ര മുന്തിയ കാറും ഓടിച്ചിന ആളാണ് എന്റെ ബാപ്പ. ഇന്നൊരു വീൽ ചെയർ ഉരുളണമെങ്കിൽ വരെ വേറൊരാളുടെ സഹായം വേണം. സ്വന്തം മക്കൾക്കും കൂടി ഒന്നടുത്തിരുന്ന് സംസാരിക്കാനും സമയമില്ലാത്ത ഈ ഒരവസ്ഥയില് കൂടാനും പറയാനും ഒരാളടുത്തുണ്ടാകുക എന്ന് പറയണത് ഈ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷാണടാ. അതില്ലെങ്കിൽ ഈ 4 ചുമരിന്റെ ഉള്ളിൽ ഒരു ഖബറാണ് മോനെ. ഒരു മനുഷ്യന് ജീവനോടുകൂടി കുഴിച്ചു മൂടിയ വെറും ഒരു ഖബറ്.